നീണ്ട 20 വർഷത്തെ കണ്ണീരിനും പ്രാർത്ഥനകൾക്കും ഒടുവിൽ മരുഭൂമിയിലെ ജയിലറയിൽ നിന്നും മോചിതനായി അമ്മയുടെ അരികിലേക്ക് തിരിച്ചെത്തിയ മകന്റെയും ആ ഉമ്മയുടെയും ഹൃദയസ്പർശിയായ പുനഃസമാഗമം കേരളക്കരയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി. ഒരു മധുരമായ പെരുന്നാൾ ദിനത്തിലാണ് ഉമ്മയും മകനും തമ്മിലുള്ള ആദ്യ കണ്ടുമുട്ടലും അവരുടെ വൈകാരികമായ പ്രതികരണവും പുറത്തു വന്നിരിക്കുന്നത്. മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വികാരാധീനയായി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അൽഹംദുലില്ല, അൽഹംദുലില്ല, എൻ്റെ കുട്ടി അന്നത്തെ കുട്ടി തന്നെയാണ്. തലയിലെ മുടി മാത്രമല്ലേ ഇല്ലാത്തത്. എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. പറയാൻ എനിക്ക് വാക്കുകളില്ല. മകനെ തിരികെ കിട്ടാൻ ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ഒന്നടങ്കം കൈകോർത്ത് ദയാധനം സമാഹരിച്ച ആ വലിയ കാരുണ്യത്തെ ഉമ്മ നന്ദിയോടെ ഓർത്തു. വർഷങ്ങൾക്ക് ശേഷം ഉമ്മയുടെ കൈകളിൽ നിന്ന് മധുരം നുണയുമ്പോൾ മകന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നവർക്കും സ്വന്തം ഉമ്മയെപ്പോലെ കരുതിയവർക്കും അവർ നന്ദി പറഞ്ഞു. നിയമക്കുരുക്കുകളിൽപ്പെട്ട് ജീവിതം അവസാനിച്ചെന്ന് കരുതിയ ഇടത്തുനിന്നാണ് പ്രവാസ ലോകത്തിന്റെയും നാട്ടുകാരുടെയും കാരുണ്യത്തിൽ അവർ വീണ്ടും ജീവിതത്തിലേക്ക് നടന്നു കയറിയത്. ഇരുണ്ട ജയിൽ മുറിയിൽ നിന്നും പ്രകാശമുള്ള ഈ പെരുന്നാൾ പുലരിയിലേക്ക് മകൻ തിരിച്ചെത്തിയപ്പോൾ അത് ആ ഉമ്മയ്ക്ക് മാത്രമല്ല, കാത്തിരുന്ന ഓരോ മലയാളി മനസ്സിനും വലിയൊരു പെരുന്നാൾ സമ്മാനമായി മാറി. ഉമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എല്ലാം അല്ലാഹു തന്നതാണ്. ഞാനും എൻ്റെ കുട്ടിയും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഈ സന്തോഷം കാണാൻ കഴിഞ്ഞല്ലോ. എൻ്റെ മരണം വരെ എൻ്റെ മക്കൾ ഇങ്ങനെയുണ്ടാകണം. ഇങ്ങനെയൊരു സാഹചര്യം ഒരുക്കിത്തന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ചാനലുകൾക്കും ഒരുപാട് നന്ദി. 20 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ റഹീമിന് ഒരു മാറ്റവും വന്നിട്ടില്ല. തലയിൽ മുടിയില്ല എന്നേയുള്ളൂ. എൻ്റെ കുട്ടി അന്നത്തെ കുട്ടി തന്നെയാണ്. കുറച്ച് വണ്ണം കുറവാണെന്ന് മാത്രം. അൽഹംദുലില്ല, അൽഹംദുലില്ല. അവനെ കണ്ടതിൽ ഞാൻ അല്ലാനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഇതൊക്കെ സഹിക്കാനുള്ള കരുത്ത് അല്ലാഹു എനിക്ക് തന്നു. അബ്ദുറഹീമിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാഹചര്യം ഒരുക്കി തന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നന്ദി അറിയിക്കുന്നു. റിയാദിലെ ഇന്ത്യൻ എംബസി, റിയാദിലെ നിയമസഹായ സമിതികൾ, നാട്ടിലെ കമ്മിറ്റികൾ, എൻ്റെ നാട്ടുകാർ, സുഹൃത്തുക്കൾ, എന്നെ സഹായിച്ചവർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ എല്ലാവരോടും ഞാൻ വളരെ വളരെ നന്ദി അറിയിക്കുകയാണ്. ഉമ്മ പറഞ്ഞത് മകന് തലയിലെ മുടി പോയെന്ന മാറ്റം മാത്രമാണ്. എന്നാൽ മകനെ കാത്തിരുന്ന് ഉമ്മയ്ക്കിപ്പോൾ ഒരുപാട് പ്രായമായിട്ടുണ്ട്. നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പായിരുന്നു അത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. റഹീമിനെയും ഉമ്മയെയും ഒരുമിച്ച് കാണുന്നതിനായി ഇപ്പോൾ വീട്ടിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ജവാദ്, പവർ ഓഫ് അറ്റോർണി ലത്തീഫ് സാർ, എംബസിയിൽ ഇതിനുവേണ്ടി ഇടപെടലുകൾ നടത്തിയ യൂസഫ് കാക്കഞ്ചേരി അടക്കമുള്ള ആളുകൾ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ ഇപ്പോൾ ഒപ്പമുണ്ട്, അദ്ദേഹം പറഞ്ഞു.